ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസ്മ ക്രാഫ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ടൈഗർ പ്രോൺസ് കറിയാണ്. ഒരു 1/2 kg ടൈഗർ പ്രോൺസ് ഉണ്ട്. അതിനൊരു 2 വലിയ ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കറി ലീഫും, പിന്നെ കുറച്ച് ഗാർലിക്കും ജിഞ്ചറും ഉണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോയും ഉണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഓയിലിട്ട് ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ കടുക് ഇടുക. കടുക് അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിക്കുക, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് അടച്ച് വെച്ചത്. അതിനുശേഷം നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഒനിയനും കറി ലീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളകും രണ്ടും കൂടെ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. അത് നിറയെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഈ ചെറിയ സ്പൂണിന് 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ്. കുരുമുളക് പൊടി നമ്മളൊരു 2 സ്പൂണ് നിറയെ, ചെറിയ സ്പൂണാണ്, അതിന് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ, എരിവ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്. മുളക് പൊടി 1 സ്പൂണും 2 സ്പൂണ് കുരുമുളക് പൊടിയല്ലേ നമ്മളിട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ട് എന്താ പറയുക, അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി നന്നായി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. മുളക് ഇട്ടേക്കുമല്ലേ, പൗഡറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അടിയിലൊക്കെ പയ്യെ ഒന്ന് പിടിക്കാൻ കുറച്ചിടണം. അപ്പോൾ തീ അടിയിൽ പിടിക്കാതെ നന്നായിട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം വിട്ട് വന്ന് നല്ല ടേസ്റ്റായിട്ട് വന്നോളും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുന്ന പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ടും ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തില്ല, അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ടാൽ പോലും അടിയിൽ ജസ്റ്റ് ഒന്ന് പിടിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തക്കാളി ഇട്ട് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളകി കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിട്ടു പോരുമല്ലോ, അത് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ആ ഒരു ഗ്രേവിക്ക്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് കിട്ടും. കണ്ടോ, തക്കാളി ഇട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട്. തക്കാളിയുടെ ഒരു വെള്ളമയം കൊണ്ട് അത് നന്നായി വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഇത് ചെയ്തു നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട്, സിമ്പിളായിട്ട്, ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കറി വെക്കാനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അതിന് ശേഷം വേണം നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാൻ. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ടൊമാറ്റോ നന്നായി കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ടൊമാറ്റോയും ഒനിയനും ഗാർലിക്കും ജിഞ്ചറും മസാല എല്ലാം കൂടി നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. ചിലർ പറയും കുറേ നേരം ഇട്ട് വേവിക്കണം, അല്ലെങ്കിൽ കൊള്ളില്ല പറയും. ചിലർ പറയും കുറേ നേരം വേവിക്കരുത്, അതിൻ്റെ സോഫ്റ്റ്നെസ് പോകുമെന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളൊരു 20 മിനിറ്റ്സ് നന്നായിട്ടും വേവിച്ചെടുക്കാറുണ്ട്. എൻ്റെ കയ്യിലൊരു മെഷർമെൻറ്റ് കപ്പുണ്ട്, അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 20 മിനിറ്റ്സ് നന്നായിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കും.
അപ്പോൾ അത് കറക്റ്റാണ്. ഞാൻ ആ മെഷർമെൻറ്റ് കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ ആ വെള്ളം പറ്റും. അതോടൊപ്പം തന്നെ ആ ഗ്രേവിയൊക്കെ കറക്റ്റ് തിക്നെസ്സിൽ വന്ന് കറക്റ്റായിട്ട് വരാറുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രോൺസിനൊക്കെ നമ്മൾ പ്രത്യേക മസാല തേക്കാതെ അങ്ങനെ തന്നെയല്ലേ ഇട്ടേ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നതും ഈ ഗ്രേവിയിലേക്ക് ആയതുകൊണ്ടാണ് അത് പ്രോൺസൊക്കെ വെളുത്ത് കിടക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബോയിലായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ വെളുത്ത് കിടക്കുമെന്ന് ഓർക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ടും ബോയിലായി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടും വരും. ഈ ഒരു അളവിനാണ് വാട്ടർ ഒഴിക്കാറ്. അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറി നന്നായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ പറ്റി കുറുകി നന്നായി വന്നിട്ടുണ്ട്. എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. ടൊമാറ്റോയും ഒനിയനും എല്ലാം കൂടി നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായി വെന്തിരിക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, ഒരു മുറി തേങ്ങ ചിരവെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് ഞാൻ പിഴിഞ്ഞെടുത്തതല്ലേ, ഫസ്റ്റ് പാലല്ല, അതുകൊണ്ട്. ഈ ഒരു ചെറിയ ബൗളിന് നിറയെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതൊന്ന് തിക്ക് ഗ്രേവിയിലാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു വെള്ളം ഇതിൽ വന്നേക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് ക്യാമറയിൽ ഇത് കറക്റ്റ് കളറും അല്ല, കുറച്ച് വെളുത്ത പോലെ കിടക്കുന്നുണ്ട്. ഇതല്ല കറക്റ്റ് കളറ്. അതുകൊണ്ട് വെളുത്തിരിക്കണോ കറിയെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ കിടിലൻ പ്രോൺസ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ചേരുവയായ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അതിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ അത് നല്ല തിക്കാവും അപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുത്തരിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുത്തരിന്ന് തന്നെയല്ല, അല്ലാത്ത റൈസിലും കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിനി ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.